അതാ പറഞ്ഞേ, റബ്ബറും പാൽ ഒഴിച്ച് റോഡുണ്ടാക്കിയത് കൊണ്ടോ ഈ റബ്ബർ ഷീറ്റും പൊക്കി പിടിച്ചുകൊണ്ട് പാർലമെന്റിന്റെ പടിക്കൽ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തിയോണ്ടൊന്നും റബ്ബറിന് വില കൊടുത്തില്ല. ഇതിൽ അവന്മാര് ഇറക്കുമതി തീർത്തിട്ടെ മലേഷ്യ എന്നുള്ളതല്ലേ ഒരു 3 മണി ആയിക്കോട്ടെ, ഞാൻ മോനെ ജിമ്മി പൊക്കാറായടാ, നമ്മുടെ ബാർ പൂട്ടിക്കാനുള്ള ഓർഡർ വന്നു. അളന്നു നോക്കി ബോധ്യപ്പെട്ടാൽ 5 മണിക്ക് മുമ്പ് പൂട്ടി സീൽ ചെയ്തോളാനോ ഓർഡർ. ഇനി എന്നാ ചെയ്യണേ? വാകേറിയ ദൈവം വകയും തരും തുമ്മിച്ച. എന്നാ അന്ന് പൂട്ടാനാ വിധിയെങ്കിൽ അതങ്ങ് പൂട്ടട്ടെ. നയന ഒടുവിൽ വിന്നറായല്ലേ? ഇതെന്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിരുന്നു സർ. ഇനി ഈ നിമിഷം മാറ്റം വാങ്ങി ഇവിടം വിടാൻ ഞാൻ ഒരുക്കമാണ്. അവർ കൈയും കെട്ടിയിരിക്കുമെന്ന് കരുതുന്നുണ്ടോ മിസ് നയന? കേരളദേശം കോൺഗ്രസിന്റെ ഒരു 25 പൈസ മെമ്പർക്ക് ഇന്ത്യൻ നീതിന്യായ കോടതിയെ ധിക്കരിക്കാനുള്ള ചങ്കുറപ്പുണ്ടോ? ഉണ്ടെങ്കിൽ കാണാം. അക്കി സാർ മാത്രമേ ഉള്ളോ? വേറെ ആരും ഇറങ്ങുന്നില്ലേ? ഓ, നമ്മുടെ ബാറ് പൂട്ടാനുള്ള ഓർഡർ. പൂട്ടിയല്ലേ സാറേ, ഒരു പ്രത്യേക രീതിയിലാണ് അത് പൂട്ടിയത്. മനസ്സിലായില്ലല്ലേ? ഒരു ചെറിയ ജാതക പ്രശ്നം സാറേ. ഈ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവേശന കവാടം കിഴക്കോട്ട് ദർശനമാണെങ്കിൽ അവർക്ക് കന്നുകാലികൾ വാഴിയില്ലത്രേ. നമ്മുടെ ഈ ബാറുടമ നമ്മുടെ തൊമ്മിച്ചൻ, നമ്മുടെ തൊമ്മിച്ച ഉത്രട്ടാതി നക്ഷത്രം പറഞ്ഞു കൊടുക്ക. എന്റെ സാറെ, കഴിഞ്ഞ കർക്കിടകത്തിൽ ഇരുന്ന ഇരിപ്പിൽ ഒരു ഉഗ്രൻ ജേഴ്സി പശു ഡിം എന്നങ്ങ് വീണ് ചത്തുപോയി. അപ്പൊ ഞങ്ങൾ ഈ ബാറിന്റെ എൻട്രൻസ് പുറവശത്തൂടാക്കി അതിലൂടെ കറങ്ങി വരണം, പടിഞ്ഞാറ് ദർശനം. അങ്ങനെ വരുമ്പോ നമ്മുടെ കുരിശുവള്ളി നമ്മുടെ ബാറിന്റെ പുറവശത്തെ വാതിലും തമ്മിൽ ഇപ്പൊ 200 മീറ്റർ ദൂരം കൂടും. 200 മീറ്റർ. അപ്പൊ ഈ ഓർഡർ ബാധകമല്ല. എന്നാ സാറേ ചെല്ലേ, വിവരങ്ങളൊക്കെ മാഡത്തിനോട് പറഞ്ഞേക്കണം. നമ്മൾ അന്വേഷിച്ചായിട്ടൊന്ന് പറയണേ. അയ്യോ, ബലമായിട്ട് പിടിച്ച് തള്ളല്ലേ, ഇപ്പൊ കെട്ടിയ മതില. ഇതെല്ലാം കൂടെ പറഞ്ഞ് അങ്ങോട്ട് വീഴും. സ്നേഹമുള്ള നാട്ടുകാരെ, ബാറിലേക്കുള്ള പ്രവേശനം പുറകുവശം വഴിയാക്കിയതിന്റെ സന്തോഷ സൂചകമായി ഇന്ന് മെതിക്കളം തൊമ്മിച്ചായന്റെ വക എല്ലാവർക്കും 2 പെഗ് ഫ്രീ. കുറച്ച് വൈകിപ്പോയി, അതാ പള്ളിയിലോട്ട് എത്താൻ പറ്റാഞ്ഞത്. ഓ സാരമില്ല, വളരെ പവർഫുള്ളാ ഇവിടത്തെ. ഇവനെ കൊണ്ട് രാമപുരത്തുള്ള ഉദ്ഘാടനം, അതാ ലേറ്റ് ആയത്. ഇവിടെ പിന്നെ ഈ കാണിക്കുന്ന ആഹ്ലാദവും ആവേശവും അങ്ങ് ഏറ്റുമാനൂർ ഇലക്ഷനും ഉണ്ടാവണം. പയ്യനെ ഞാൻ അങ്ങോട്ട് ഇറക്കാൻ പോവാ. അങ്ങോട്ട് കുടിച്ചാട്ടെ. എന്റെ ഈശോയെ, വരുമെന്ന് പിള്ളാര് പറഞ്ഞെങ്കിലും ഞാൻ ഓർത്ത് വരികയില്ലായിരിക്കും കേട്ടോ. തോനെ വേലയുള്ള പിടിക്കണ്ടടാ, വേലയുള്ള ആളെ. എല്ലാ വേലയുണ്ടെങ്കിലും ജിമ്മിച്ചന്റെ പെങ്ങടെ കൊച്ചന്റെ ആദ്യ കുർബാന കൈക്കൊള്ള പാട്ടിന് ഞാൻ വരാണ്ടിരിക്കുമോ? ഡെഫിനിറ്റ്. കോരസാറിനെ ഒന്ന് കാണണം, പരിചയപ്പെടണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നെച്ചാട്ടുകാർ ആന്റണി സാറേ ഇവിടെ കിടന്ന് കറങ്ങുവാ. സാറേ, കൂടുതൽ എണക്കോ കൂട്ടോ ഒന്നും കാണിക്കണ്ട. ഇയാള് മിനിഞ്ഞാന്ന് വരെ മറ്റേ ഗ്രൂപ്പിലായിരുന്നു, മറ്റേ അങ്ങോട്ട് ഇരുന്നാട്ടെ. ഗ്രൂപ്പ് ഏതായാലും എന്നതാ അമ്മച്ചി, ബാലറ്റ് പെട്ടിലോട്ട് വീണാ പോരെ മറ്റവൻ വോട്ട്. എന്റെ പാറേ മാതാവേ, ഇത് നീയായിരുന്നോടാ തൂവലേ. ഇവനെ കണ്ടിട്ട് ഞാൻ അറിഞ്ഞതേ ഇല്ല കേട്ടോ. കണ്ണ് 2 പീസ് ആയി പോയ അമ്മച്ചിയെ. എങ്ങനെ പ്രാകൃതപ്പെട്ട് നടന്ന ഒരു കൊച്ചനാ. ഇപ്പൊ ഇവനെ കണ്ട ആ കള്ളമ്മത്തായിയുടെ മോനാന്ന് പറയത്തേ ഇല്ല. ഡെഫിനിറ്റാ. പിന്നെ അമ്മച്ചി, ഇങ്ങനൊന്നും നിന്നാ പോരാ. ഇലക്ഷൻ എടുക്കുമ്പോ ചെറുക്കന്റെ കൂടെ അങ്ങ് ഏറ്റുമാനൂരോട്ടൊന്ന് ഇറങ്ങണം. ഈ ഇടവകയിലെ പെമ്പിളമാരെ മുഴുവൻ ഞാൻ സംഘടിപ്പിച്ച് നിർത്തിയിരിക്കുക കൂടെ ഇറക്കാൻ. എപ്പോഴാ എന്നതാന്ന് അങ്ങോട്ട് പറഞ്ഞാ മതി, ബാക്കി തരുത് ഏറ്റു. ഡെഫിനിറ്റാ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. അമ്മച്ചി, വല്ലപ്പോഴും ഒക്കെ ഇങ്ങോട്ട് ഇറങ്ങണേ ഔസേപ്പേ. ഡെഫിനിറ്റ്.
റൂമിന്റെ കീ. വാമോളെ. കാലത്ത് വന്നതാ. കരുനാപ്പള്ളി എന്ന രജിസ്റ്ററിൽ പാലായ്ക്ക് എത്ര ദൂരമുണ്ട്, ആറ്റുപ്രാറ്റിലെ വീട് എവിടെയാന്നൊക്കെ ചോദിച്ചു. ജിമ്മിയുടെ സെറ്റപ്പാണെന്നാ തോന്നേ. എന്നിട്ട് അവരങ്ങോട്ട് പോകുന്നു. എന്താ അപ്പ സാറി പറയണേ? റൂം എടുത്തിട്ടിരിക്കല്ലേ, തന്ത നല്ല സ്മാളാണെന്നാ തോന്നുന്നേ. മക്കളെ, അവരിവിടുന്ന് എങ്ങോട്ട് വിളിച്ചാലും അവർക്ക് ഇങ്ങോട്ട് എവിടുന്ന് വന്നാലും ആ നമ്പറൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇപ്പൊ നമ്മുടെ ജോസ് കുട്ടിക്കിട്ടൊന്ന് കുത്തിയേ. ശരി. 56211A ലാൻഡ് ഫോൺ. ഓക്കെ, പറയൂ. മാഡം, നമ്മൾ തമ്മിലുള്ള ഒരു വാക്കിന്റെ പുറത്തുള്ളതായി ഈ കോൾ. മനസ്സിലായില്ല മിസ്റ്റർ ജോസ്. കഴിഞ്ഞ ദിവസം കളക്ടറേറ്റ് പഠിക്കൽ വെച്ച് മാഡം ഒരു കാര്യം എന്നോട് ആവശ്യപ്പെട്ടില്ലേ? ജിമ്മിയെ ഒതുക്കാൻ പറ്റിയ എന്തേലും ഒരു കേസ് കിട്ടിയാൽ മാഡത്തെ അറിയിക്കണമെന്ന്. അത്തരം ഒരു കേസ് വന്നു വീണിട്ടുണ്ട്. അത് പറയാനായിട്ട് അപ്പ അവിടെ എത്തിയിരിക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ടല്ല. എന്റെ സബോർഡിനേറ്റ്സ് ആയ പോലീസുകാർ ജിമ്മിയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരായതുകൊണ്ട് അയാളുടെ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റീസും എന്റെ ടേബിളിൽ എത്തില്ല. അപ്പൊ ഒരു ഹെൽപ്പ്, ദാറ്റ്സ് ഓൾ. ഇപ്പൊ നിങ്ങൾ ജിമ്മിയുടെ പേരിൽ ചൂണ്ടിക്കാട്ടുന്ന ഒഫൻസ് നാളെ നിങ്ങൾ നടത്തിയാലും ഞാൻ നിയമപരമായി മൂവ് ചെയ്യും. അത്തരം ഒരു ധാരണയുടെ പുറത്താണെങ്കിൽ പറഞ്ഞോളൂ, എന്താ ഉണ്ടായത്? ഹലോ, കണക്ട് ചെയ്യൂ. ഞാൻ അനക്സാ. ഞാൻ ഉടനെ എത്താം. ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുവാ. ജിമ്മി, നമുക്ക് കോട്ടയം വരെ ഒന്ന് പോട്ടെ. ദുബായിൽ എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് ഒരു അത്യാവശ്യ കാര്യത്തിന് കോട്ടയത്ത് നിന്ന് കാത്തു നിൽക്കുന്നു. അതിന് കുറച്ച് കാശ് എത്തിച്ചു കൊടുക്കാമെന്ന് ഞാൻ ഏറ്റിരുന്നു. ഈ തിരക്കിടയിൽ അത് മറന്നു. അതിന് ഇങ്ങോട്ട് വരാനുള്ള വഴി അറിയില്ല. ഹോട്ടൽ പാസ്സായാൽ റൂം എടുത്ത് കാത്തു നിൽക്കുക. വഴി ചോദിച്ചു വന്നൂടെ ഇത്ര അത്യാവശ്യമാണെങ്കിൽ? ഒരു പെണ്ണ, അതുമല്ല ആനി അറിഞ്ഞ പ്രശ്നമാ. അവക്ക് ഈ പെങ്കൊച്ചിനെ പണ്ടേ സംശയം. അതുകൊണ്ട് നീ കൂടെ വാ, എന്നാ പിന്നെ പ്രശ്നം. ഞാൻ എങ്ങനെ വരാൻ ഇത്രയും പേര് ഇവിടെ നിൽക്കുമ്പോ? ആനയൊന്നും അറിയത്തില്ല, അല്ലെ മാത്രനെ വിളിച്ചിട്ടുണ്ടോ? എളുപ്പമെങ്കിൽ പറഞ്ഞ, അല്ലെങ്കിൽ ഞാൻ കൂടെ അങ്ങ് വരും. സാറിനെ ഞാൻ ബുദ്ധിമുട്ടിച്ചു അല്ലേ? ഞാൻ ശ്രീദേവി അല്ലേ ബുദ്ധിമുട്ടിച്ചത്? ആട്ടെ, അനിയത്തിയുടെ കല്യാണം എന്നാണെന്നാ പറഞ്ഞേ? ഈ 10-ാം തീയതിയാ. അതാ ഞാനിന്ന് പോകുന്നത്. കല്യാണത്തിനുള്ള ഗോൾഡ് മറ്റും എടുക്കണമല്ലോ. തിരിച്ചു പോവാൻ വൈകിയെങ്കിലും ഒന്ന് കരുതി ഞാൻ അച്ഛനെയും കൂട്ടിയാ വന്നത്. അച്ഛനിപ്പോ താഴോട്ട് ഇറങ്ങി. വീട്ടിലെന്തോ ഫംഗ്ഷൻ നടക്കുകയല്ലേ? അതെ, മോളുടെ ആദ്യ കുർബാന ചടങ്ങ്. അതിനിടയിൽ ഞാൻ ഇതങ്ങ് മറന്നുപോയി. എന്താടി നിന്റെ പേര്? ശ്രീദേവി. എന്താ ഇവിടെ ബിസിനസ്? മാഡം, ഈ കൊച്ചി എന്റെ കൂടെ ദുബായിൽ ഓഫീസിൽ വർക്ക് ചെയ്യാണ്. ഈ കുട്ടിയുടെ അനിയത്തിയുടെ കല്യാണത്തിന് കുറച്ച് പണം കൊടുക്കാൻ വന്നതാ. കാര്യം കാരണമൊക്കെ നാളെ കോടതി പറഞ്ഞാ മതി. തങ്കരാജ്. മാഡം, ഞാൻ ആറ്റിപ്രാക്കൽ ജിമ്മിയുടെ അളിയനാ. ആറ്റിപ്രാക്കൽ ജിമ്മി ആരടാ? അവന്റെ അളിയനെ എന്തോ ആകാമെന്നോ? പട്ടാപ്പകൽ ഇവിടുമാരെ പോലുള്ളതിനെ പിടിച്ചു പബ്ലിക് ന്യൂസൻസിന്റെ പേരിൽ നാട്ടുകാർ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടാ ഞാൻ വന്നത്. ദുബായ് പോയി കുറച്ച് കാശുണ്ടാക്കിയെന്ന് കരുതി നാട്ടിൽ വന്ന് എന്ത് തോന്നിവാസം കാണിക്കോ? ആറ്റിപ്രാക്കൽ ജിമ്മി, പോയി കയറടാ ജീപ്പൻ. തന്നോട് എനിക്ക് വ്യക്തിവൈരാഗ്യം തോന്നാൻ താൻ ആരാ? പാലാ ചന്തയിലെ കുറച്ച് ഊച്ചാളി പോട്ടർമാരുടെയും കള്ളു കച്ചവടക്കാരുടെയും വാടക ഗുണ്ട. വ്യക്തിവൈരാഗ്യം എന്നൊക്കെ പറയുന്നത് ഈക്വൽ സ്റ്റാറ്റസ് ഉള്ളവർ തമ്മിലുള്ള റൈവലറിയാണ്. മാഡം, മാഡം എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷേ പാവം, പ്ലീസ് ഉപദ്രവിക്കരുത്. നിരപരാധികളെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ഭ്രാന്തില്ല മിസ്റ്റർ. സെക്ഷൻ 290 IPC പ്രകാരമുള്ള കുറ്റമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. നാളെ കോടതിയിൽ വാദിച്ച് ഇറക്കിക്കൊണ്ട് പൊയ്ക്കോ. ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് പറഞ്ഞാലും ഇന്ന് ഇവരെ വിടുന്ന പ്രശ്നമില്ല. യു മേ ഗോ നൗ. ഇവിടെ വേറെ ജോലിയുണ്ട്. മാഡം, ഞാൻ മാഡത്തിന്റെ കാല് പിടിച്ച് പറയാണ്. മാനം മര്യാദയ്ക്ക് കഴിയുന്ന ഒരു കുടുംബത്തെ വഴിയാധാരമാക്കുന്ന പ്രശ്നമാണ്. ദയവ് ചെയ്ത് മാഡം. നിങ്ങൾക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ല? മനസ്സിലാവും മാഡം, മനസ്സിലാവും. തന്തയ്ക്ക് പറഞ്ഞവർ തമ്മിൽ തല്ലുന്ന ഇങ്ങനെയല്ല, നേർക്ക് നേരുന്ന. ആറ്റിപ്രാക്കൽ ജിമ്മിക്ക് തിരിട്ട് വാക്കത്ത് കുത്തിയാല് ജിമ്മി വെട്ടപ്രകാശിച്ച് തിരിച്ചു കുത്തും. ആ കുത്തുകൊള്ളാനുള്ള ചങ്കുറപ്പുണ്ടെങ്കിൽ മാഡം കളിച്ചോ. മിണ്ടായിരിക്കെ. ഒരു ദിവസം ലോക്കപ്പിൽ കിടക്കാനുള്ള തലയിലെടുത്ത് ഇച്ചാനും ഈ കൊച്ചിനും കാണും. സാരമില്ല, നാളെ കോടതി വന്ന് ഞാൻ ഇറക്കിക്കൊള്ളാം. പക്ഷെ ഞാൻ മൂലം നിരപരാധികളായ നിങ്ങളിങ്ങനെ നാണം കെടേണ്ടി വന്നതിലുള്ള വിഷമമേ ഉള്ളൂ.